പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയത്തിലെ 2-ാം അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. തത്താതൃങ്മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുക ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അചാബലബലാത് ചാബല്യവാർത്തോദഭൂത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം നമുക്ക് ചിന്തിക്കാം. തത്താതൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുക ചിരതരം ന ആസ്തേ സ്വഭക്തേഷ്വപി തേന അസ്യാഹ ബദ കഷ്ടം അച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അചാബലബലാത് ചാബല്യവാർത്ത ഉദഭൂത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. തത്താതൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുക സ്വഭക്തേഷു അഭി ചിരതരം ന ആസ്തേ. ഹേ വിഭോ അച്യുത തേന അസ്യാഹ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അചാബലബലാത് ചാബല്യവാർത്ത ഉദഭൂത് ബദ കഷ്ടം. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. അത്രയും ആനന്ദമയവും മധുരോദാരവുമായ അങ്ങയുടെ ശരീരത്തിൽ അധിവസിപ്പാൻ സ്ഥാനം നേടിയ ലക്ഷ്മീദേവി അങ്ങയോടുള്ള അനുരാഗാധിക്യം കാരണം തൻ്റെ ഭക്തന്മാരിൽ ചിരകാലം ഉറച്ചു നിൽക്കുന്നില്ല. ലക്ഷ്മീദേവി ചഞ്ചലയാണ്. അതിനാൽ ഭക്തന്മാരിൽ ഉറച്ചു നിൽക്കാതെ അങ്ങയുടെ ആ മനോഹരമായ രൂപത്തിൽ ആകൃഷ്ടയായ ദേവി അങ്ങയോടൊപ്പം വസിക്കുന്നു എന്നാണ് ഇവിടെ ശ്രീ നാരായണ ഭട്ടതിരി അർത്ഥമായി നമുക്ക് നൽകുന്ന സന്ദേശം. ഹേ അച്യുത, അങ്ങയുടെ പ്രേമസ്ഥിരതയിലുള്ള ചാബല്യഹീനത നിമിത്തം ആ ദേവിയിൽ ചാബല്യദോഷം ആരോപിക്കപ്പെടുന്നു. കഷ്ടം തന്നെ. നമസ്തേ.